ഇന്ന് അറിയേണ്ട വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 90s മുതലുള്ള സിനിമ അല്ലെങ്കിൽ അവിടെ മുതൽ ഇപ്പോ ഈ 2020 അല്ലെങ്കിൽ 21 നിൽക്കുമ്പോൾ ചേച്ചി എല്ലാത്തിന്റെ ഒരു ഭാഗമാണ്. അതെ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തെ ഒന്ന് വേർതിരിച്ച് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ്? ഇപ്പോ 80s 90s 80s ഞാൻ സിനിമ കാണുന്ന സ്ത്രീ മാത്രമായിരുന്നു. അപ്പോൾ 90s മുതൽ ഞാനും പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അവിടെ ഉള്ള സബ്ജക്ട് അത് കുടുംബമാണ്. കുടുംബം എന്ന് വെച്ചാൽ എങ്ങനെയാ? അനിയൻ, ഭാര്യ, ഭർത്താവ്, അമ്മാവന്മാര്, ഇത് തന്നെയാണ് സർക്കിൾ. ആ കുടുംബ സബ്ജക്റ്റിലുള്ള ബോണ്ടേജ് ഇപ്പോഴത്തെ സിനിമയില് കുറച്ച് കുറവാണ്. അതെ, അതിപ്പം കന്നഡയാണെങ്കിലും മലയാളം എല്ലാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ മലയാളത്തിൽ ചെറിയ പ്രത്യേകത ഉണ്ട്. മലയാളം ഫിലിംസ് സ്ക്രീൻ പ്ലേ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് വ്യത്യസ്തമാണ്. എന്തെന്നറിയില്ല. സെയിം സ്റ്റോറി കന്നഡയിലെടുത്താൽ, തെലുങ്കിലെടുത്താൽ അല്ലെങ്കിൽ തമിഴിലെടുത്താൽ അതൊരു കുറച്ച് വേറെ പോലെ ടച്ച് ഉണ്ടാവും. മലയാളികൾ അത് എടുത്താൽ ഡയറക്ഷൻ ചെയ്തിട്ട് അവരത് പ്രസന്റ് ചെയ്താൽ അതിന് വേറൊരു ലുക്കാണ്, വേറെ ഒരു ഇംപ്രസീവ് സ്ക്രീൻ പ്രസൻസ് ആണ് തീർച്ചയായിട്ടും. ഇത് ഞാൻ കമ്പാരിറ്റീവ് ആയിട്ട്. അതെ, ചേച്ചി ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിച്ചുകൊണ്ട് ഡെഫിനറ്റ്ലി അത് അറിയാൻ പറ്റും. അതെ. ഈ പിടക്കോഴി കൂവുന്ന നൂറ്റാണെന്ന് പറഞ്ഞ സിനിമയില് അത് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു മൂവി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ. അതിന്റെ ഒരു ചേച്ചിയാണെങ്കിലും വേറൊരു ലുക്കിലായിരുന്നു. ആൻഡ് അതിലൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടു, കാർ ഓടിച്ചപ്പം. അതെ, ക്യാമറ. അതെന്തായിരുന്നു? ഞാൻ കാർ ഓടിക്കണം കേട്ടോ. കാർ ഓടിക്കുന്നത് ആ ട്രാഫിക്കിലൂടെ ആയിരുന്നു. ട്രാഫിക് ഇന്നത്തെ കാലത്തെ പോലെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഒരു ക്യാമറ ഇവിടെയാണ് കെട്ടിവെച്ചിരിക്കുന്നത്. എനിക്ക് പേടിയാ, ഭയങ്കര പേടി എങ്ങനെയാ ഓടിക്കുന്നത്. സോ എനിക്കത് അത്രയും പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്തായാലും ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓട്ടാൻ തുടങ്ങിയിട്ട് നിർത്താൻ പറയുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ എനിക്ക് എന്താന്നറിയില്ല, ഞാൻ സൈഡിലേക്ക് കൊണ്ടുപോയി. ക്യാമറമാൻ ചാടിപ്പോയി. അപ്പോൾ ക്യാമറ താഴെ വീണുപോയി. എന്നാലും പക്ഷെ സ്റ്റഡി ക്യാം ഒക്കെ അറ്റാച്ച്ഡ് ആയിരുന്നു, അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. രക്ഷപ്പെട്ടു, ക്യാമറ രക്ഷപ്പെട്ടു. പക്ഷെ കാർ നിർത്തി. ഞാൻ ശരിക്കും കൊണ്ടുപോയി ആ പ്ലേസിലെ സൈഡിൽ പോയി ഒതുക്കി. അതെ. ഭയങ്കര ഫൺ ഒരു ലൊക്കേഷൻ ആയിരിക്കുമല്ലോ അത്. ഭയങ്കര ഫൺ. ജഗതി സാറിനെ ഭയങ്കര മിസ് ചെയ്യുന്നു. ഇപ്പോഴത്തെ എല്ലാ സിനിമയിലും ഓരോ ക്യാരക്ടറും അവർ ചെയ്യാൻ പറ്റാവുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഞാൻ ഓർത്ത് ജഗതി സാർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും, ജഗതി സാർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊക്കെ ഓർത്ത് പറയും. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ആ സിനിമയിൽ വെച്ച് ജഗതി ശരിക്കും പറഞ്ഞ എന്തോരു കോമഡി ആയിരുന്നു, ഭയങ്കര കോമഡി. കൽപ്പന ചേച്ചി അതിന് കട്ടയ്ക്ക് നിൽക്കുന്നു. അതെ, ഊർവശി ഉണ്ടായിരുന്നു, കൽപ്പന ഉണ്ടായിരുന്നു. അത് പിക്നിക്കാ. ആ സിനിമ ഷൂട്ടിംഗ് ഒന്നും അല്ല, പിക്നിക് തന്നെയാ. നന്നായിരുന്നു, ഭയങ്കര ഹാപ്പി. താങ്ക് യു. എന്തായാലും കുറെ നല്ല വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു.